Assalamu alaikum. Good morning to all. We can start our class with Dua for knowledge. Rabbi Yassir, Wala Tu'assir, wa Tammim bil Khair, wa Bika Nasta'inu, Ya Fattahu, Rabbi Zidni Ilma. Rabbi Zidni Ilma. Rabbi Zidni Ilma. The last class we were discussed in search of the source of wind, that is variations in the atmospheric pressure and global pressure belt. I think all of you learned well. Now we are going to discuss that topic, atmospheric pressure and winds. Atmospheric pressure and wind. Now we are going to discuss atmospheric pressure and winds. What is wind? Simply we say that movement of air is known as wind. അല്ലേ, എയറിൻ്റെ ചലനത്തെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് നോക്കാം. ഗ്ലോബൽ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വിൻഡ്സ്. ആഗോളതലത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ആ ഒരു ഫോർമേഷനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. എന്താണ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ? ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോണിലേക്ക് വരുന്ന ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. വാട്ട് ഈസ് വിൻഡ്? ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. Then the factors influencing direction and speed of wind. നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഫാക്ടേഴ്സ് പഠിച്ചു ഇല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ എന്താണ് ലേൺ ചെയ്തത്? ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. എന്നാൽ വിൻഡിനുമുണ്ട് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ there are different types of winds on the earth's surface, ranging from light breeze that makes the leaves flutter to cyclones that cause widespread damage. Winds are named on the basis of direction from which they blow. Means ഇപ്പം നമ്മൾ വിൻഡ് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് വിൻഡ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ലീവ്സൊക്കെ ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ ചലിക്കുന്നു. അതുവഴി നമുക്ക് കാറ്റ് കിട്ടുന്നു. അതാണ് ചെറിയ വിൻഡിനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സൈക്ലോൺസ് ആണെങ്കിൽ എന്താണ്? നാശമൊക്കെ വിതയ്ക്കും ഇല്ലേ, ഭയങ്കര ഡാമേജസ്, കോസ് ഡാമേജസ്. അതാണ് സൈക്ലോൺസ്. അപ്പം പലതരത്തിലുള്ള വിൻഡുണ്ട്. വിൻഡ്സ് ആർ നൈംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിറക്ഷൻ വിച്ച് ദേ ബ്ലോ. ഏത് സ്ഥലത്ത് നിന്ന് നമുക്ക് 4 ഡിറക്ഷൻസ് ഉണ്ട്: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഏത് ഡിറക്ഷനിലാണോ അത് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ആ വിൻഡിനെ പേരിട്ട് വിളിക്കുന്നത്. Wind blowing from the sea will be saturated with moisture, whereas the moisture content will be less in winds blowing from drier regions. കടലിൽ, സീയിൽ നിന്ന് വരുന്ന വിൻഡിന് കുറച്ച് മോയ്സ്ചറൊക്കെ കാണും. പക്ഷേ ഡ്രൈ ഏരിയാസ് നിന്ന് വരുമ്പോൾ നല്ല പൊടിക്കാറ്റൊക്കെ ആയിട്ട്, പൊടിക്കാറ്റെന്നൊക്കെ നമ്മൾ പറയും, പൊടിക്കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര ചൂട്, ഹോട്ട് വിൻഡായിട്ടാണ് വരുന്നത്. The factors, 3 factors influencing direction and speed of wind. What are the 3 factors? The one factor is pressure gradient. The second factor, Coriolis force. And the third one, friction. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സിന് ഫാക്ടേഴ്സ്, 3 ഫാക്ടേഴ്സ് ആണ് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്: പ്രഷർ ഗ്രേഡിയൻറ്റ്, കോറിയോളിസ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ. നമുക്ക് പ്രഷർ ഗ്രേഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് പ്രഷർ ഗ്രേഡിയൻറ്റ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ ഓൺ ദ എർത്ത് സർഫസ്. നമുക്കറിയാം എർത്ത് സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരിക്കലും യൂണിഫോം അല്ല. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതാണൊക്കെ നമ്മൾ പഠിച്ചു. പ്രഷർ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം പ്രഷർ ഡിക്രീസ് ചെയ്യും ഇല്ലേ? അതേപോലെ ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ടേംഡ് ആസ് പ്രഷർ ഗ്രേഡിയൻറ്റ്. ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് സെറ്റ് ടു ബി സ്റ്റീപ്പർ വെൻ ദ പ്രഷർ ഡിഫറൻസ് ഈസ് മോർ. ദ പ്രഷർ സ്റ്റീപ്പർ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പ്രഷർ ഡിഫറൻ്റ് ആവുമ്പോൾ അവിടുത്തെ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്തോന്നാവും? കൂടുതലായിരിക്കും. പ്രഷർ ഇൻക്രീസസ്, ദ സ്പീഡ് ഓഫ് വിൻഡ് ഓൾസോ ഇൻക്രീസ്. നമ്മൾ പഠിച്ചു ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പം പ്രഷർ ഡിക്രീസ് ചെയ്യാമെന്ന്. പക്ഷേ വിൻഡിൻ്റെ കാര്യത്തിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ വിൻഡിൻ്റെ സ്പീഡും എന്തായിരിക്കും?
ഇൻക്രീസ് ആയിരിക്കും. അപ്പം ഒന്നാമത്തെ ഫാക്ടറാണ് പ്രഷർ ഗ്രേഡിയൻ. രണ്ടാമത്തെ സെക്കൻഡ് ഫാക്ടർ ദാറ്റ് ഈസ് കോറിയോളിസ് ഫോഴ്സ്. എന്താണ് കോറിയോളിസ് ഫോഴ്സ്? ഫ്രീലി മൂവിംഗ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ടു ദ ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോഴ്സ് generated as a result of earth rotation, which is known as the Coriolis force. കോറിയോളിസ് ഫോഴ്സ് എന്ന് വെച്ചാൽ എർത്ത് സർഫസിൽ സ്വതന്ത്രമായിട്ട് കുറേ കാര്യങ്ങൾ ചലിക്കുന്ന കുറേ വസ്തുക്കളുണ്ട്. അതെങ്ങനെയാണ് ഈ റൊട്ടേഷൻ ബേസിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ കാറ്റിൻ്റെ ദിശ റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടും പോകും. ഇത് എന്തുകൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? ആ എർത്തിൻ്റെ റൊട്ടേഷൻ ബേസ് ചെയ്തിലാണ് ഈ മൂവ്മെൻറ്റ്സ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടും പോകുമ്പോൾ സദേൺ ഹെമിസ്ഫിയർ അത് ലെഫ്റ്റിലോട്ടും പോകും. ഇത് this force increases as it moves towards the pole from the equator. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ ശക്തി ഇൻക്രീസ് ആവും. Admiral Farrell found out that the winds in the northern hemisphere deflect towards their right and those in the southern hemisphere deflect towards their left due to the Coriolis effect. ഈ അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നോർത്തേൺ സൈഡിലോട്ട് പോകുമ്പോൾ കാറ്റിൻ്റെ കോറിയോളിസ് ഫോഴ്സിൻ്റെ പ്രഭാവം കൊണ്ട് ഫോഴ്സ് കൊണ്ട് റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ട് പോകും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് അഡ്മിറൽ ഫെറൽ. ഇതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫെറൽസ് ലോ. എക്സാമിന് ചിലപ്പം ഫെറൽസ് ലോ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ കോറിയോളിസിസ് ഫോഴ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കോറിയോളിസിസ് ഫോഴ്സ് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഫെറൽസ് ലോ ചോദിച്ചാലും നമ്മൾ കോറിയോളിസ് ഫോഴ്സ് ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ? ദ സ്പീഡ് ഓഫ് വിൻഡ് വിൽ ബി ഹൈ ഓവർ ഓഷൻ സർഫേസ് ആൻഡ് പ്ലെയിൻസ് ആസ് ദ ഫ്രിക്ഷൻ ഈസ് ലെസ്. On the other hand, the friction being more along difficult terrains and places with dense forest cover, the speed of wind will be less in those places. നമുക്കറിയാം, കാറ്റിന് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാറ്റിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും. കാറ്റിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാറ്റിൻ്റെ സ്പീഡ് കുറയും. അപ്പം ഓഷൻ സർഫസിലും പ്ലെയിൻസ്, സമതലങ്ങളായിട്ട് കിടക്കുന്ന പ്ലേസസിലൊക്കെ വിൻഡിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും. എന്നാൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള ഡെൻസ് ഫോറസ്റ്റ് മീൻസ് കാടുകൾ, ഇടതൂർന്ന കാടുകളിലും അല്ലാതെ ഈ ടെറൈൻസിലൊക്കെ വരുമ്പോൾ അവിടെ കാറ്റിൻ്റെ ഫ്രിക്ഷൻ അവിടെ കുറവായതുകൊണ്ട് അവിടെ കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ 3 ഫാക്ടേഴ്സാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്, കോറിയോളിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടോപ്പിക് പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്. ലാസ്റ്റ് ക്ലാസ് വി were learned that global pressure belts എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇക്വറ്റോറിയൽ ലോ പ്രഷർ, LP മീൻസ് ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. 7 ബെൽറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ 4 എക്സ്പ്ലനേഷൻസും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്. ഈ പ്രഷർ ബെൽറ്റ്സും വിൻഡും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ലാറ്റിറ്റ്യൂഡിനൽ സോൺസിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. വിൻഡ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. The winds developed between the global pressure belt can be generally called as planetary winds. നമ്മൾ ഈ ഇക്വറ്റോറിയൽ പ്രഷർ ബെൽസിനെ വിൻസിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേരാണ്. അതിൻ്റെ ഫാക്ടേഴ്സ്, അടുത്ത ഫാക്ടേഴ്സാണ് പ്ലാനറ്ററി വിൻസ്. ഏതൊക്കെയാണ്? ട്രേഡ് വിൻസ്, വെസ്റ്റലീസ് ആൻഡ് പോളാർ ഈസ്റ്റലീസ്. Trade winds, westerlies, ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ കാണപ്പെടുന്ന ജനറലായിട്ടും പറയുന്ന ഈ ബെൽറ്റ്സിനാണ് ഈ ബേസ് ചെയ്തുന്ന ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് വരുന്ന
കോമൺ ആയിട്ട് വരുന്ന ബെൽസ് ആണ്. അതിന് അടുത്ത അനദർ നെയിമാണ് ഏതാണ്? പ്ലാനറ്ററി വിൻസ്. നമ്മൾ അതിന് പറയുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ്. ഏതൊക്കെയാണ് പ്ലാനറ്ററി വിൻസ് ബേസ് ചെയ്യുന്ന? ട്രേഡ് വിൻസ്, വെസ്റ്റർലീസ് ആൻഡ് പോളാർ ഈസ്റ്റർലീസ്. നമുക്ക് ട്രേഡ് വിൻസ് എന്താണെന്ന് നോക്കാം. The subtropical high pressure belts in both the hemispheres. Subtropical high pressure belts രണ്ട് ഹെമിസ്ഫിയറിലും, this is the northern hemisphere and this is the southern hemisphere. നമുക്കറിയാം ഇക്വറ്റോറിയലിന് പാരലായിട്ട് ഇത് വരുന്നത് സദേണും, മുകളിലോട്ട് പോകുന്ന അപ്പറിലോട്ട് പോകുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറുമാണ്. The wind blow continuously towards the equatorial low pressure belt. These are known as trade winds. ഇതാ നോക്കേ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ട് ഇതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് കാറ്റ് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലോട്ട് വരും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേഡ് വിൻസ്. As these wind blow from the north in the northern hemisphere, അത് എവിടുന്നാണ് വരുന്നത്? northern hemisphere നിന്നാണ് അത് ഫോം ചെയ്യുന്നത്. They are known as northern trade winds. അതിന് നമ്മൾ പറയുന്ന പേരാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന്. ഏതാണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. The equatorial low pressure zone where the trade winds from both the hemispheres converge is known as intertropical convergence zone. ITCZ എന്ന് പറയും. Intertropical convergence zone. എന്താണ് intertropical convergence zone എന്ന് വെച്ചാൽ? The equatorial low pressure zone, ഈ രണ്ടും, ഈ സദേണിൽ നിന്ന് വരുന്നതും നോർത്തിൽ നിന്ന് വരുന്നതും ഇവിടെ വന്ന് കൺവേർജ് ആയി പോകുന്ന ഇതിനാണ് നമ്മൾ പറയുന്നത് ഏതാണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ITCZ എന്ന് പറയും. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇപ്പം ട്രേഡ് വിൻസ് എല്ലാവർക്കും കിട്ടിയോ? ദ വിൻഡ് ബ്ലോ കണ്ടിന്യൂസ്ലി ടുവേർഡ്സ് ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ദീസ് ആർ നോൺ ആസ് ട്രേഡ് വിൻസ്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വരുന്നതുകൊണ്ട് നമ്മൾ എന്തോന്ന് പറയും? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. അടുത്ത നമുക്ക് വെസ്റ്റർലീസ് എന്താണെന്ന് നോക്കാം. The subpolar low pressure belt situated between the subtropical high pressure belt and polar high pressure belt. ഏതാണ്? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും സെൻറ്ററിലാണ്. വിൻഡ് ബ്ലോ കണ്ടിന്യൂസ്ലി ഫ്രം ദ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ടു ദ ലോ പ്രഷർ സോൺ. വിൻഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ ചെയ്യുന്ന എവിടുന്നാണ്? ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷറിലോട്ട്. ഇതാണ് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട് പോകും. ഇതിനാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ആസ് ദ ഡിറക്ഷൻ ഓഫ് ദ വിൻഡ് ഈസ് മോസ്റ്റ്ലി ഫ്രം ദ വെസ്റ്റ്. കൂടുതലായിട്ടും ഈ വിൻഡ് എവിടെ നിന്നാണ് വരുന്നത്? വെസ്റ്റിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. The westerlies are stronger in the southern hemisphere than in the northern hemisphere. Southern hemisphere വെസ്റ്റർലി സ്ട്രോങ്ങർ എപ്പോഴും എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയർ ആണ് കമ്പയർഡ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് വെസ്റ്റർലീസിൻ്റെ വിൻഡിൻ്റെ സ്ട്രോങ് ആവുന്നത്. കാരണം കൂടുതലായിട്ടും ഓഷ്യൻ സർഫസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഓഷ്യൻ സർഫസിൽ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ കാറ്റിന് വിൻഡിന് ബ്ലോ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സദേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായിട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള വെസ്റ്റർലീസ് വരുന്നത്. The ancient mariners had given different names to the rough westerlies in the southern hemisphere. ഈ റഫായിട്ട് വരുന്ന വിൻഡിനെ ഏൻഷ്യൻ മെറൈനേഴ്സ് 3 പേരുകളിട്ട് വിളിച്ചിട്ടുണ്ട്, പല നെയിംസ് ഇട്ട് വിളിച്ചിട്ടുണ്ട്. ആ നെയിംസ് ഏതാണെന്ന് നോക്കാം. സച്ച് ആസ് റോറിംഗ് ഫോർട്ടീസ് എലോങ് ഒരു 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ വരുന്നതിനെ നമ്മൾ പറയുന്നതാണ് റോറിംഗ് ഫോർട്ടീസ്. ദെൻ ഫ്യൂരിയസ് 50s, ലാറ്റിറ്റ്യൂഡ് ഒരു 50 ഡിഗ്രി വരുമ്പോൾ ഫ്യൂരിയസ് 50s. ആൻഡ് ഷ്രീക്കിംഗ് 60s, ലാറ്റിറ്റ്യൂഡ് 60 ഡിഗ്രി വരുമ്പോഴത്തേക്കും ഷ്രീക്കിംഗ് 60s എന്ന് പറയും. ഏതാണ്? ഏൻഷ്യൻ മെറൈനേഴ്സ് ഡിഫറെൻറ്റ് നൈംസ് ഇട്ട് വിളിച്ചിട്ടുണ്ട്. ഏതിനാണ്? ഈ റഫ് വെസ്റ്റർലീസ്, സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന റഫായിട്ടുള്ള വെസ്റ്റർലീസിനെ ഏൻഷ്യൻ മെറൈനേഴ്സ് ഡിഫറെൻറ്റ് നൈംസ് ഇട്ട് വിളിച്ചിട്ടുണ്ട്. അതാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s. നെക്സ്റ്റ് നമുക്ക് നോക്കുന്ന പോയിൻ്റാണ് പോളാർ ഈസ്റ്റർലീസ്. ഏതാണ്? പോളാർ ഈസ്റ്റർലീസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നമുക്കറിയാം പോളാർ റീജിയൻസ് എപ്പോഴും എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും, ഇല്ലേ? പോളാർ റീജിയൻസിൽ ഫുൾ ടൈം
കോൾഡ് ആയിരിക്കും. ദ പോളാർ വിൻഡ്സ് ആർ ദ കോൾഡ് വിൻഡ്സ് ദാറ്റ് ബ്ലോ ഫ്രം ദീസ് ഹൈ പ്രഷർ ഏരിയാസ് ടുവേർഡ്സ് ദ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്. എവിടുന്നാണ് കൂടുതലായിട്ടും? ദ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ദാറ്റ് ബ്ലോ ഫ്രം ദ ഹൈ പ്രഷർ ഏരിയാസ് ടുവേർഡ്സ് ദ സബ് പോളാർ, ഹൈ പ്രഷറിൽ നിന്നും ലോ ആയിട്ടുള്ള സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലാണ് കൂടുതലായിട്ടും വിൻഡ് വരുന്നത്. ദീസ് വിൻഡ് ബ്ലോ ഫ്രം ദ ഈസ്റ്റ് ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. രണ്ട് ഹെമിസ്ഫിയേഴ്സും ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഈസ്റ്റിൽ നിന്നാണ് വരുന്നത് ഇല്ലേ? രണ്ട് ഹെമിസ്ഫിയേഴ്സിലും ഇത് ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. ദീസ് വിൻഡ് ബ്ലോ ഫ്രം ദ ഈസ്റ്റ് ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ് ഡ്യൂ ടു കോറിയോലിസ് ഫോഴ്സ്. നമ്മൾ പഠിച്ചു കോറിയോലിസ് ഫോഴ്സ് കാരണം ഈ രണ്ട് വിൻഡും രണ്ട് ഹെമിസ്ഫിയറിൽ നിന്നും ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഹെൻസ് ദീസ് ആർ നോൺ ആസ് പോളാർ ഈസ്റ്റർലീസ്. അതുകൊണ്ട് ഇതിന് നമ്മൾ ഏത് പേരിട്ടാണ് വിളിക്കുന്നത്? പോളാർ ഈസ്റ്റർലീസ്. ഈസ്റ്റിൽ നിന്ന് വരുന്നത് കൊണ്ട് നമ്മൾ ഈസ്റ്റർലീസ്. These winds play a significant role in determining the climate of North America, the Eastern European countries and Russia. ഏറ്റവും കൂടുതൽ റോൾസ് നോർത്ത് അമേരിക്കയിലെയും ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലും റഷ്യയിലും ഒക്കെ ഈ ക്ലൈമറ്റിൻ്റെ ബേസിസിലാണ് ഈ വിൻഡ് ഫോം ചെയ്ത് വരുന്നത്. ദ പ്ലാനറ്ററി വിൻഡ്സ് ആർ പെർമനൻറ്റ് വിൻഡ്സ്. പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഈ വിൻഡ്സ് നമ്മളിപ്പോൾ പഠിച്ച പ്ലാനറ്ററി വിൻഡ്സ് നമ്മൾ പഠിച്ചില്ലേ? ഈ ട്രേഡ് വിൻഡ്സ്, പിന്നെ ഏതാണ്? വെസ്റ്റർലീസ്, പോളാർ ഈസ്റ്റർലീസ്. ഇതെന്ന് പറയുന്നത് പെർമനൻറ്റ് വിൻഡ്സ് ആണ്. ത്രൂ ഔട്ട് ദ ഇയർ, ഒരു വർഷം മുഴുവനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ടാണ് ഈ വിൻഡ് ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഓൾസോ വിൻഡ് ഓഫ് സീസണൽ ആൻഡ് ലോക്കൽ ഒക്കറൻസ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതൊക്കെ ടോപ്പിക്കാണ്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയും വിൻസിനെയും കണക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് സ്പീഡ്. ആ കാറ്റിനെ വിൻഡിൻ്റെ സ്പീഡിനെയും ഡിറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്, കോറിയോലിസിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. കോറിയോലിസിസ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് അഡ്മിറൽ ഫെറൽ. ഇതുകൊണ്ടാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഫെറൽസ് ലോ എന്ന് പറയുന്നത്. പിന്നെ ഫ്രിക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പ്രഷർ ബെൽസ് ആൻഡ് വിൻസ്. പ്രഷർ ബെൽസും വിൻസും നമ്മൾ നോക്കി. പ്രഷർ ബെൽസിൻ്റെയും വിൻസിനെ അതിനെ നമ്മൾ ഈ വിൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് ജനറലി നമ്മൾ പ്ലാനറ്ററി വിൻസ് എന്ന് പറയും. അതാണ് ട്രേഡ് വിൻസ്, വെസ്റ്റർലീസ് ആൻഡ് പോളാർ ഈസ്റ്റർലീസ്. അപ്പോൾ ട്രേഡ് വിൻസ് നമുക്ക് മനസ്സിലായി. അതിനകത്താണ് നമ്മളിന്ന് പഠിച്ചത് ITZZ. ITZZ മീൻസ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. സോ all of you learned this topic. I hope all of you understood this topic. So learn well. To read 2 or 3 times after watching the videos. Assalamu alaikum.